2025 ജൂലൈ മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ വാർത്ത പ്രളയ് മിസൈലിനെ പറ്റിയാണ്. സോ എന്താണ് പ്രളയ് മിസൈൽ എന്ന് നമുക്ക് ഒരു ബ്രീഫായിട്ട് അറിഞ്ഞിരിക്കണം. സോ പ്രളയ് മിസൈൽസ് പ്രളയ് മിസൈൽസിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് DRDO ആണ്. DRDO ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇത് ഇൻഡിജീനിയസ് മിസൈലാണ്. പ്രളയ് മിസൈൽ ഒരു സർഫസ് ടു സർഫസ് മിസൈൽ, അതായത് ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങി ഗ്രൗണ്ടിൽ തന്നെ വന്ന് തീരുന്ന മിസൈലാണ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ പോർഷനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത്. ഈ പറയുന്ന റേഞ്ച് 5500 കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ അതിനെ ഇൻ്റർ കോണ്ടിനെൻ്റൽ മിസൈൽ എന്നാണ് വിളിക്കുന്നത്. ഇനി അഥവാ 1000 കിലോമീറ്ററിന് താഴെയാണ് വരുന്നതെങ്കിൽ അതൊരു ഷോർട്ട് റേഞ്ച് മിസൈലാണ്. സോ നമ്മുടെ പ്രളയ് ഈ ഷോർട്ട് റേഞ്ച് കാറ്റഗറിയിൽ ഫോളോ ചെയ്യുന്നൊരു മിസൈലാണ്. 1000 കിലോമീറ്ററിൽ മാത്രം താഴെ റേഞ്ചുള്ള ഒരു മിസൈലാണ് പ്രളയ് മിസൈൽ. DRDO ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ക്വാസി ബാലിസ്റ്റിക് മിസൈലാണ്. സോ ബാലിസ്റ്റിക് മിസൈൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് അല്ലെങ്കിൽ ഒരു ആൾട്ടിറ്റ്യൂഡ് എത്താൻ വേണ്ടി റോക്കറ്റ് എഞ്ചിൻ്റെ സഹായത്തോടെ പ്രൊപ്പൽഷൻ നടക്കുകയും ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയതിന് ശേഷം ഗ്രാവിറ്റിയുടെ സഹായത്തോടെ താഴെ വീഴുകയും ചെയ്യുന്നു. ബാലിസ്റ്റിക് മിസൈൽസിന് സാധാരണയായിട്ട് ട്രജക്ടറി ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഇല്ലാത്തതാണ്. പക്ഷേ ഈ പറയുന്ന പ്രളയ് മിസൈൽസിന് ട്രജക്ടറി ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതൊരു ക്വാസി ബാലിസ്റ്റിക് മിസൈലാണ്. ഇനി ഒരു കാറ്റഗറി കൂടെ ഉണ്ട്, അത് ക്രൂയിസ് മിസൈലാണ്. ക്രൂയിസ് മിസൈൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെറ്റ് എഞ്ചിൻ യൂസ് ചെയ്ത് അവരുടെ എൻ്റയർ പാത്തിലും പ്രൊപ്പൽഷൻ കിട്ടുന്ന തരത്തിൽ, അതായത് അവർ ഇത് കണക്കൊരു വലിയ ഹൈ ആൾട്ടിറ്റ്യൂഡിലായിരിക്കത്തില്ല ക്രൂയിസ് എഞ്ചിൻസ് ട്രാവൽ ചെയ്യുന്നത്. ഒരു ലോവർ ഹൈറ്റിൽ ട്രാവൽ ചെയ്യുകയും ചെയ്യും. അവരുടെ ട്രജക്ടറി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അവർ അവരുടെ പാത്തിൽ മുഴുവൻ പ്രൊപ്പൽഡ് ആവാൻ ഒരു ജെറ്റ് എഞ്ചിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ക്രൂയിസ് മിസൈൽ. ക്രൂയിസ് മിസൈലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്രഹ്മോസ് ആണ്. അതുപോലെ നമ്മുടെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് അഗ്നി 5. അഗ്നി 5 ഒരു ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. സോ ഇപ്പം പ്രളയ് മിസൈൽസിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ അത് ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് ആണ്, ഒരു ഷോർട്ട് റേഞ്ച് മിസൈലാണ്, അതുപോലെ തന്നെ ക്വാസി ബാലിസ്റ്റിക് ആണ്. ഈ പോയിൻറ്റ്സാണ് ഓർത്തിരിക്കേണ്ടത്. സോ നെക്സ്റ്റ് വാർത്ത, ഡൽഹി റാങ്ക് സെക്കൻഡ് ഇൻ ഇന്ത്യസ് മിഡ് ഇയർ പൊല്യൂഷൻ ലിസ്റ്റ്. അതായത് പൊല്യൂഷൻ ലിസ്റ്റുകളുടെ ഇതെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഡൽഹി സെക്കൻഡ് റാങ്കാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ നമ്മൾ ഏറ്റവും പൊല്യൂട്ടഡ് സിറ്റി ആയിട്ട് ഡൽഹിനെയാണ് കാണാറ്. പക്ഷേ ഏറ്റവും പൊല്യൂട്ടഡ് സിറ്റി മേഘാലയയിലെ ബൈനഹട്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഈ പർട്ടിക്കുലർ മാറ്റർ 2.5 വാസ് റെക്കോർഡഡ് അറ്റ് 133 മൈക്രോഗ്രാംസ് ഉണ്ടായിരുന്നു പെർ ക്യൂബിക് മീറ്റർ. അതേസമയം ഡൽഹിയിൽ പർട്ടിക്കുലർ മാറ്റർ 2.5 87 മൈക്രോഗ്രാംസ് മാത്രമേ ഉള്ളായിരുന്നു. അത് ഹൈ ആണ്, എങ്കിൽ പോലും ബൈനഹിറ്റിനേക്കാളും താഴെയാണ്. സോ ഡൽഹി സെക്കൻഡും ബൈനഹിറ്റ് ഏറ്റവും പൊല്യൂട്ടഡ് സിറ്റിയായി മാറുകയും ചെയ്തു. ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഐസ്വാളാണ്. ഐസ്വാളിൽ 8 മൈക്രോഗ്രാംസ് പെർ മീറ്റർ ക്യൂബിലാണുള്ളത്. ഈവൻ ദോ അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ലെവലിനേക്കാളും കൂടുതലാണെങ്കിലും ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ ഐസ്വാളാണ്. പർട്ടിക്കുലർ മാറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ സസ്പെൻഡ് ആയി കിടക്കുന്ന സോളിഡ് ഓർ ലിക്വിഡ് മാറ്റർ, അതിൻ്റെ അളവിനെയാണ്. 2.5ലും താഴെ അളവുള്ളത് ഇൻഹെയിൽ ചെയ്താൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കണക്കിലെടുത്താണ് അതിന് പർട്ടിക്കുലർ മാറ്റർ 2.5ൻ്റെ അളവുമായിട്ട് താരതമ്യം ചെയ്ത് പൊല്യൂട്ടഡ് സിറ്റീസിനെ കണ്ടെത്തുന്നത്. നെക്സ്റ്റ്, ദ ഇംപീച്ച്മെൻറ്റ് മോഷൻ അഗെയിൻസ്റ്റ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ. നമ്മൾ കുറച്ച് നാളായിട്ട് വാർത്തകൾ കാണുന്നതാണ് യശ്വന്ത് വർമ്മയുടെ
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഇംപീച്ച്മെൻറ്റുമായിട്ടുള്ള വാർത്തകൾ. സോ എങ്ങനെയാണ് ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യുന്നത് നോക്കാം. അതിന് എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ അടിസ്ഥാനമാണുള്ളത്. സുപ്രീം കോടതി ജഡ്ജിൻ്റെ റിമൂവലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 124(4) ആണ്. ഒരു ഹൈക്കോടതി ജഡ്ജിൻ്റെ റിമൂവലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 217(b) ആണ്. സോ ഇതിൻ്റെ പ്രൊസീജിയർ നമുക്ക് ബ്രീഫായിട്ടൊന്ന് നോക്കാം. സോ ഇതിൻ്റെ ഇംപീച്ച്മെൻറ്റ് പ്രോസസ് ഇനിഷ്യേഷൻ തൊട്ട് ഇതിൻ്റെ ഇനിഷ്യേഷൻ നടക്കുന്നത് ഒന്നുകിൽ ലോക്സഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ ആവാം. ഇതിൻ്റെ റെസൊല്യൂഷൻസ് ലോക്സഭയിലാണെങ്കിൽ 100 MPമാർ സൈൻ ചെയ്തൊരു റെസൊല്യൂഷനും, ഇനി രാജ്യസഭയിലാണെങ്കിൽ 50 MPമാർ സൈൻ ചെയ്തൊരു റെസൊല്യൂഷനും ആർക്ക് ലോക്സഭയിലാണെങ്കിൽ സ്പീക്കറിന് സമർപ്പിക്കണം. അതേസമയം രാജ്യസഭയിലാണെങ്കിൽ ചെയർമാന് സമർപ്പിക്കണം. ഇനി സ്പീക്കറും ചെയർമാനും ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം, ഈ പറയുന്ന ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സിലേക്ക് നയിക്കുന്ന റെസൊല്യൂഷൻ ഒരു കമ്മിറ്റിക്ക് വിടും. ഇതൊരു എൻക്വയറി കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി ആയിരിക്കും ഈ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സിൻ്റെ വാലിഡിറ്റി എൻക്വയറി ചെയ്യുന്ന കമ്മിറ്റി. ഈ കമ്മിറ്റിയിലെ മെമ്പേഴ്സിനെ അറിഞ്ഞിരിക്കേണ്ട ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 3 മെമ്പർ കമ്മിറ്റിയാണിത്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിൻ്റെ ഇംപീച്ച്മെൻറ്റിന് വേണ്ടി ഇരിക്കുന്ന കമ്മിറ്റിയിലെ മെമ്പേഴ്സ് 3 പേരും ജഡ്ജസ് ആണ്. ഒന്നാമതാണ് സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും. ഒരു സുപ്രീം കോടതി ജഡ്ജി ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഹൈക്കോടതി ജഡ്ജി ഉണ്ടാവും. പിന്നെ ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് ജഡ്ജും ഉണ്ടാവും. സോ ഇവർ ഇതിനെപ്പറ്റി എൻക്വയറി നടത്തി ഒരു റിപ്പോർട്ട് ലോക്സഭയിലും രാജ്യസഭയിലും സമർപ്പിക്കും. ആ റിപ്പോർട്ടിൻ്റെ മേൽ വോട്ടിംഗ് നടക്കും. സോ വോട്ടിംഗ് നടക്കുമ്പോഴത്തേക്ക് ലോക്സഭയിലും രാജ്യസഭയിലും 2 തരം ടൈപ്പ് ഓഫ് വോട്ടിംഗ് മെജോറിറ്റീസാണ് വേണ്ടത്, ലോക്സഭയിലും രാജ്യസഭയിലും. രാജ്യസഭയിലാണെങ്കിലും സെയിം ടൈപ്പ് ഓഫ് മെജോറിറ്റി വേണം, അതായത് സ്പെഷ്യൽ മെജോറിറ്റിയാണ് വേണ്ടത്. സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇംപീച്ച്മെൻറ്റ് പൂർണ്ണമാകൂ. അതുകൊണ്ട് ഇത്രയും വലിയൊരു പ്രൊസീജിയർ ഉള്ളത് കൊണ്ട് തന്നെ ഇതുവരെ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാർത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ്. 50% ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ മെജോറിറ്റിയും കിട്ടണം. അതുപോലെ തന്നെ 2/3 ഓഫ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. ഇതാണ് സ്പെഷ്യൽ മെജോറിറ്റിയുടെ കണ്ടീഷൻ. ഇതെല്ലാം ഇത്രയും വലിയൊരു പ്രൊസീജിയർ കടന്നു വന്നാൽ മാത്രമേ ഇംപീച്ച്മെൻറ്റ് പൂർണ്ണമാവും. സോ ഇതിൻ്റെ ആ പ്രൊസീജിയേഴ്സൊക്കെ ഒന്ന് മനസ്സിലിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട്സ് മെൻഷൻഡ് ആണോ, അതായത് ഈ ഇംപീച്ച്മെൻറ്റ് നടത്താനുള്ള ഗ്രൗണ്ട്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻഡ് ആണോ. കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻഡ് ആണ്, പക്ഷേ ഡിഫൈൻഡ് അല്ല. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ജഡ്ജസ് എൻക്വയറി ആക്ട് 1968 സോ ഗ്രൗണ്ട് ഇങ്ങനൊരു ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ വന്നു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗ്രൗണ്ട്, അതായത് ഇംപീച്ച്മെൻറ്റ് നടത്താനുള്ള ഗ്രൗണ്ട് മെൻഷൻഡ് ആണ്, പക്ഷേ ഡിഫൈൻഡ് അല്ല. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മറ്റൊരു ആക്ടിലാണ്, ജഡ്ജസ് എൻക്വയറി ആക്ട് 1968 പ്രകാരമാണ് ഗ്രൗണ്ട് പറഞ്ഞത്. ഇതിൽ ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ട ഗ്രൗണ്ട് എന്ന് പറയുന്നത് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റിയാണ്. സോ ഇനി നെക്സ്റ്റിലേക്ക് പോവാം. ഇന്ത്യ അച്ചീവ്ഡ് 20% എത്തനോൾ ബ്ലെൻഡിങ് ടാർജറ്റ് 5 years ahead ഓഫ് ഷെഡ്യൂൾ. അതായത് പെട്രോളിൽ 20% എത്തനോൾ ബ്ലെൻഡിങ് ഇന്ത്യയിലെ ടാർജറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നു. 2030 അച്ചീവ് ചെയ്യേണ്ട ടാർജറ്റാണ്, പക്ഷേ നമ്മൾ 2025 5 year ആയിട്ട് നമ്മളത് അച്ചീവ് ചെയ്തിട്ടുണ്ട്.
ഷുഗർ കെയിനിൽ നിന്നൊക്കെയാണ് പ്രധാനമായിട്ട് എത്തനോൾ ബ്ലെൻഡ് ചെയ്യാനുള്ള എത്തനോൾ എടുക്കുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് നാഷണൽ കോപ്പറേറ്റീവ് പോളിസി 2025 പറ്റിയ വളരെ ഇമ്പോർട്ടൻ്റ് വാർത്തയാണ്. നാഷണൽ കോപ്പറേറ്റീവ് പോളിസി 2025 ഇത് ലോഞ്ച് ചെയ്തത് നമ്മുടെ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത്ഷായാണ്. സോ എന്തുകൊണ്ട് നാഷണൽ കോപ്പറേറ്റീവ് പോളിസി 2025? കോപ്പറേറ്റീവ്സ് ഇന്ത്യയിൽ എന്ത് റോളാണ് പ്ലേ ചെയ്യുന്നത്? ഏകദേശം 8.44 lakhs 8 ലക്ഷത്തോളം കോപ്പറേറ്റീവ്സ് ഇന്ത്യയിലുണ്ട്. അതിൽ തന്നെ ഈ കോപ്പറേറ്റീവ്സിലായിട്ട് 30 കോടിയിലധികം മെമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു വളരെ വലിയ ഫോഴ്സാണ് ഈ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഈ കോപ്പറേറ്റീവ്സിനെ കൂടെ നിർത്തിക്കൊണ്ടുള്ള വികസിത് ഭാരത് 2047 എന്ന് പറയുന്ന വിഷനിലേക്കാണ് ഗവൺമെൻറ് നാഷണൽ കോപ്പറേറ്റീവ് പോളിസി 2025 കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കുറേ ലീഗൽ റിഫോംസ്, ഡിജിറ്റലൈസേഷൻ, ഫിനാൻഷ്യൽ എംപവർമെൻ്റ് ഒക്കെ കോപ്പറേറ്റീവ് സെക്ടറിൽ സാധ്യമാക്കും. സോ എന്താണ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഓട്ടോണോമസ് അസോസിയേഷൻ. ഓട്ടോണോമസ് ആയിട്ടുള്ള അസോസിയേഷനുകളാണ്. കുറേ ആൾക്കാർ ഒരു കോമൺ ആസ്പിറേഷനായിട്ട് ഒത്തുകൂടി അവർ ഒരു എയിമിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സും ഉണ്ട്, നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സും ഉണ്ട്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന PSCS, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, അതായത് ക്രെഡിറ്റ് കൊടുക്കുന്ന കോപ്പറേറ്റീവ് ബാങ്ക്സ് എല്ലാം ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ കീഴിലും വരും. നമ്മൾ ഈ കർഷക കോപ്പറേറ്റീവ്സിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഉണ്ട്. സോ നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ഉണ്ട് PSCS എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് PSCS എന്ന് നോക്കാം. PSCS എന്ന് പറഞ്ഞാൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ആണ് PSCS. PSCS എന്ന് വെച്ചാൽ എന്താ? സോ നമുക്കിങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാം. കോപ്പറേറ്റീവ് ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ് തന്നെ രണ്ട് തരത്തിലുണ്ട്, അർബനും അതുപോലെ തന്നെ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇതിൽ അർബൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് റൂറൽ പരിശോധിക്കാം. റൂറലിൽ ഷോർട്ട് ടേം ക്രെഡിറ്റ്സ് കൊടുക്കുന്ന റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്സും ഉണ്ട്. അതുപോലെ തന്നെ ലോങ് ടേം ക്രെഡിറ്റ്സ് കൊടുക്കുന്ന റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്സും ഉണ്ട്. അതിൽ തന്നെ ഷോർട്ട് ടേമിൽ പിന്നെയുള്ള അവരുടെ ബ്രാഞ്ചസാണ് സ്റ്റേറ്റ് ലെവൽ ഷോർട്ട് ടേം റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്. സ്റ്റേറ്റ് ലെവലിലുണ്ട് അവർ. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലിലുണ്ട്. അതിലും താഴെയായിട്ട് വരുന്നതാണ് ഈ പറയുന്ന PSCS, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. ഇവരൊരു ബാങ്ക് അല്ലാത്തത് കൊണ്ട് തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിൽ RBIക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. RBI റെഗുലേഷൻ ഇല്ല. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ പെടുന്നതുമല്ല. അതുപോലെ തന്നെ ഇവർക്ക് ചെക്കുകൾ ഇഷ്യൂ ചെയ്യാനും സാധിക്കത്തില്ല. സോ PSCS അതാണ്. ഒരു ബാങ്കല്ല, RBI റെഗുലേഷനിൻ്റെ പരിധിയിൽ വരുന്നതല്ല, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ചെക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കത്തില്ല. ഇവർ മുകളിൽ നിന്ന് വരുന്ന ഫണ്ടിൻ്റെ ക്രെഡിറ്റ്സ് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് കൊടുക്കുന്ന ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ക്രെഡിറ്റ് സിസ്റ്റം കോപ്പറേറ്റീവ് ബാങ്ക്സുകളാണ് PSCS. സോ ഇതാണ് PSCS. നാഷണൽ കോപ്പറേറ്റീവ് പോളിസി 2025 ലോഞ്ച് ചെയ്തിരിക്കുന്ന അമിത്ഷായാണ്. വികസിത് ഭാരത് 2047 ഒരു കീ ഡ്രൈവറായിട്ട് കോപ്പറേറ്റീവ്സിനെ കാണാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. സോ അതാണ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ പറ്റിയുള്ള വാർത്ത. അടുത്തത് 14th വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീ ജഗദീപ് ധങ്കർ. ഈ ഇടയ്ക്ക് നമ്മുടെ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധങ്കർ റിസൈൻ ചെയ്തു. സോ എന്തൊക്കെയാണ് ഈ വൈസ് പ്രസിഡന്റിൻ്റെ റെസിഗ്നേഷൻ അല്ലെങ്കിൽ റിമൂവലിന് ഉള്ള പ്രൊസീജിയർ, എന്താണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മാനദണ്ഡം എന്ന് നോക്കാം. സോ ഇതിൻ്റെ റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റ്
കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻഡ് അല്ല അതിൻ്റെ ഗ്രൗണ്ട്സ്. നമ്മൾ നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഇംപീച്ച്മെൻറ്റിനുള്ള ഗ്രൗണ്ട്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻഡ് ആയിരുന്നു, പക്ഷേ ഇവിടെ നോൺ മെൻഷൻഡ് ആണ്. ഇതിൻ്റെ റിമൂവൽ ആർട്ടിക്കിൾ 67B പ്രകാരം അതിൻ്റെ പ്രൊസീജിയേഴ്സ് നമുക്ക് നോക്കാം. സോ വോട്ടിങ്, ലോക്സഭയിൽ അതുപോലെ തന്നെ രാജ്യസഭയിലും ഉണ്ടാവും. ലോക്സഭയിൽ സിമ്പിൾ മെജോറിറ്റിയിൽ റെസൊല്യൂഷൻ പാസ്സാവണം. അതേസമയം രാജ്യസഭയിൽ എഫക്റ്റീവ് മെജോറിറ്റി വേണം. എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എഫക്റ്റീവ് സ്ട്രെങ്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളിന് 400 പേര് മെമ്പേഴ്സായിട്ടുള്ള സഭയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ 10 പേര് മരിച്ചുപോയെന്ന് വിചാരിക്കുക. അതുപോലെ 20 പേര് ഡിസ്ക്വാളിഫൈഡായി, അതുപോലെ 5 പേര് റിസൈൻ ചെയ്തു. സോ ഈ പറയുന്ന സ്ട്രെങ്ത്, ടോട്ടൽ സ്ട്രെങ്ത് ആയ 400 ഈ പറയുന്ന ഡെഡിനെയും ഡിസ്ക്വാളിഫൈഡിനെയും റിസൈൻ ചെയ്തവരെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രെങ്ത്, അതായത് 400 മൈനസ് 35, സോ 365. ഇതാണ് എഫക്റ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഈ എഫക്റ്റീവ് സ്ട്രെങ്തിൻ്റെ മെജോറിറ്റിയാണ് എഫക്റ്റീവ് മെജോറിറ്റി. സോ രാജ്യസഭയിൽ ഒരു എഫക്റ്റീവ് മെജോറിറ്റിയാണ് വൈസ് പ്രസിഡൻറ്റിൻ്റെ റിമൂവലിന് വേണ്ടത്. ലോക്സഭയിലാണെങ്കിൽ ഒരു സിമ്പിൾ മെജോറിറ്റിയാണ് വേണ്ടത്. സോ അടുത്തത് ഇതൊരു ഫാക്ട് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. നാഷണൽ ഇൻഡിക്കേറ്റർ ഫ്രെയിംവർക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് ആരാ പുറത്തിറക്കുന്നതെന്ന് ചോദിക്കാം. അത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാമാണ് ഇറക്കുന്നത്. റിപ്പോർട്ട് ബേസ് ചെയ്ത് ക്വസ്റ്റ്യനുകൾ മുമ്പ് ചോദിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് UPSCയിലൊക്കെ. സോ ഇത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം മോസ്ബി ആണ് ഈ റിപ്പോർട്ട് പുറത്തിറക്കുന്നത്. സോ എന്താണ് SDG? ഒരു 17 ടോട്ടൽ SDGകളുണ്ട്. 2015 യുണൈറ്റഡ് നേഷൻ മെമ്പേഴ്സ് എല്ലാം കൂടി ചേർന്ന് അഡാപ്റ്റ് ചെയ്ത ഗോൾസാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. ഈ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ്. സോ ഏറ്റവും ഇതിലിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, നാഷണൽ ഇൻഡിക്കേറ്റർ ഫ്രെയിംവർക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് ആരാ പുറത്തിറക്കുന്നതെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാമാണ്. സോ ഇനി കുറച്ച് ടേംസ് ആൻഡ് ന്യൂസ് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് സോണൽ കൗൺസിൽ. എന്താണ് സോണൽ കൗൺസിൽ? സോണൽ കൗൺസിൽ എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റേറ്റുകൾ തമ്മിലുള്ള കോർഡിനേഷനും അവർ തമ്മിലുള്ള ഒരു സഖ്യവും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കൗൺസിൽസാണ് സോണൽ കൗൺസിലുകൾ. മൊത്തം 5 സോണൽ കൗൺസിലുകളാണുള്ളത്. സോ ഇത് ഒരു സോണൽ കൗൺസിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിൻ്റെ ബലത്തിലാണ് അതിൻ്റെ പവർ ലഭിക്കുന്നത്. സോ വിച്ച് ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 ഇതിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടുള്ള ഒന്നാണ് സോണൽ കൗൺസിൽസ് എന്ന് പറയുന്നത്. ഇതും ഇൻ്റർസ്റ്റേറ്റ് കൗൺസിലുമായിട്ട് കൺഫ്യൂഷൻ വരാറുണ്ട്. ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതേസമയം സോണൽ കൗൺസിൽ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സോ ഈ പറയുന്ന സോണൽ കൗൺസിലിനെ ചെയർ ചെയ്യുന്നത് ചെയർഡ് ബൈ ഹോം മിനിസ്റ്ററാണ്. പല സ്റ്റേറ്റ്മെൻറ്റുകളിലും പ്രൈം മിനിസ്റ്റർ എന്ന് വന്ന് തെറ്റിക്കാൻ നോക്കും. സോ ഹോം മിനിസ്റ്ററാണ് ഈ പറയുന്ന സോണൽ കൗൺസിലിൻ്റെ ചെയർ ചെയ്യുന്നത്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇതുകൂടാതെ വേറൊരു ബോഡിയും കൂടെ ഉണ്ട്, നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ. സോ
ഇതിൻ്റെ ഈ ഓരോ കൗൺസിലിൻ്റെ ഈ 5 കൗൺസിലിൻ്റെ കീഴിലും, അതായത് ഓരോ കൗൺസിലിൻ്റെ കീഴിലും സ്റ്റേറ്റ്സ് മാത്രമല്ല വരുന്നത്, യൂണിയൻ ടെറിട്ടറീസ് കൂടെ വരും. അതായത് റഫ് സ്കെച്ച് എടുത്ത് വരച്ചു കഴിഞ്ഞാൽ ഒരു നോർത്തേൺ സോണൽ കൗൺസിൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈസ്റ്റേൺ സോണൽ കൗൺസിൽ, ഒരു വെസ്റ്റേൺ സോണൽ കൗൺസിൽ, ഒരു സെൻട്രൽ സോണൽ കൗൺസിൽ, ഒരു സദേൺ സോണൽ കൗൺസിൽ. ഈ ഓരോ കൗൺസിലിൻ്റെ കൂടെ യൂണിയൻ ടെറിട്ടറീസ് പ്ലസ് സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള കോപ്പറേഷനും കോർഡിനേഷനും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ട് ഓരോ കൗൺസിൽസിനും, സെക്രട്ടറീസൊക്കെ ഉള്ള. ഇതിനെ ചെയർഡ് ബൈ ഹോം മിനിസ്റ്ററാണ്. ഇതിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് അഡ്വൈസറി നേച്ചറാണ്. അതാണ് സോണൽ കൗൺസിലുകൾ. അടുത്തൊരു ടേം നമ്മൾ കഴിഞ്ഞ മാസം ജൂലൈയിൽ കണ്ട ഇൻ്റർനാഷണൽ ക്രിമിനൽ കോഡിനെ പറ്റിയാണ്. സോ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോഡിനെ പറ്റി ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് എക്സാമിൻ വേണ്ട രീതിയിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് യു എന്നുമായിട്ട് ബന്ധമുള്ളൊരു ബോഡിയല്ല, യു എൻ്റെ ഒരു സ്പെഷ്യൽ ബോഡിയോ ഒന്നുമല്ല. സോ ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് യു എന്നുമായിട്ട് കണക്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഇതിൻ്റെ ഒരു മെമ്പർ അല്ല. സോ ഇന്ത്യ ഈസ് നോട്ട് എ മെമ്പർ. പിന്നെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടുകൾക്ക് ഇൻഡിവിജ്വലിനെ മാത്രമേ ട്രൈ ചെയ്യാൻ പറ്റൂ, രാജ്യങ്ങളെയോ ഓർഗനൈസേഷനുകളെയോ പറ്റില്ല. സോ ഇൻഡിവിജ്വൽസിനെ ട്രൈ ചെയ്യാൻ മാത്രമേ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടുകൾക്ക് സാധിക്കൂ. ഇത് 2002 റോം സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നിലവിൽ വന്ന ബോഡിയാണ്. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. അതുപോലെ ഇന്ത്യ മാത്രമല്ല, USA-യും ചൈനയും റഷ്യയും ഒന്നും ICCയുടെ മെമ്പേഴ്സ് അല്ല. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടേം കണ്ടത് കാറ്റാസ്ട്രോഫ് ബോൺസിനെ പറ്റിയാണ്. കാറ്റാസ്ട്രോഫ് ബോൺസ് എന്ന് പറയുമ്പോൾ, കാറ്റാസ്ട്രോഫ് എന്ന് പറയുമ്പോൾ ഒരു ദുരന്തം. സോ ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് അറിയാം. സോ കാറ്റാസ്ട്രോഫ് ബോൺസ് എന്ന് പറയുന്ന ഒരു ഹൈ റിസ്ക് ഹൈ റിട്ടേൺ ബോണ്ടുകളാണ്. സോ എനിക്കിപ്പോൾ കാശിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ബോണ്ട് ഇഷ്യൂ ചെയ്യും. ആ ബോണ്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു ഇൻവെസ്റ്റർ അത് ബോണ്ട് വന്ന് വാങ്ങിക്കുകയും ഞാൻ അദ്ദേഹത്തിന് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യാറ്. സോ ഈ കാറ്റാസ്ട്രോഫ് ബോണ്ട് എന്ന് പറയുന്നത് ഇപ്പം ഒരുപാട് കാറ്റാസ്ട്രോഫ് പ്രോൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് US-ലും ജപ്പാനിലും ഒക്കെ. ഇപ്പം ജപ്പാനിലൊക്കെ എപ്പോഴും സൈക്ലോൺസ് ഒക്കെ വരുന്നൊരു രാജ്യമാണ്. സോ ഈ തീവ്രത കൂടിയ ഒരു സൈക്ലോണിൻ്റെ മുകളിൽ ഒരാൾ ബോണ്ട് വയ്ക്കുകയാണ്. സോ ഒരു ഇൻവെസ്റ്റർ വന്നിട്ട് ആ ബോണ്ട് വാങ്ങിക്കും. ഞാനത് മനസ്സിലാക്കാം. ബോണ്ട് ഇഷ്യൂ ചെയ്യും. സോ ഒരു ഇൻവെസ്റ്റർ ഉണ്ടാകും, ഇൻവെസ്റ്റർ ബോണ്ട് വാങ്ങിക്കും. ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ആൾ ബോണ്ട് കൊടുക്കും. സോ ഇത് എന്തിൻ്റെ മുകളിലാണ് ഈ ബോണ്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത്, ഒരു കാറ്റാസ്ട്രോഫിൻ്റെ മുകളിലാണ് ഈ ബോണ്ട് കൊടുക്കുന്നത്. ഇനി ഈ കാറ്റാസ്ട്രോഫ് നടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ആൾക്ക് നല്ലതാണ്. ഇനി ഈ കാറ്റാസ്ട്രോഫ് നടന്നില്ല, കാറ്റാസ്ട്രോഫ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റർക്ക് ഇതിൻ്റെ ഇൻട്രസ്റ്റും എടുക്കാം, അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത മണിയും കിട്ടും. സോ ഇൻട്രസ്റ്റ് അദ്ദേഹത്തിന് പ്രോഫിറ്റായി മാറുകയും ചെയ്യും. സോ ഇതൊരു ഹൈ റിസ്ക് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഹൈ റിട്ടേൺ ഈൽഡ് ചെയ്യാൻ സാധ്യതയുള്ള ബോണ്ടുകളാണ് കാറ്റാസ്ട്രോഫ് ബോണ്ടുകൾ. ഇന്ത്യയിൽ അതിൻ്റെ സാധ്യതകളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. സോ അതാണ് കാറ്റാസ്ട്രോഫ് ബോണ്ട്. അടുത്തത് ക്ലോറോപിക്രിൻ എന്ന് പറയുന്ന ഒരു ടേമാണ്. നൈട്രോക്ലോറോഫോം എന്ന് അറിയപ്പെടുന്ന ക്ലോറോപിക്രിൻ ഒരു പെസ്റ്റിസൈഡാണ്. വാർത്തയിൽ വരാൻ കാരണം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വാറിൽ റഷ്യ ഈ പറയുന്ന കെമിക്കൽ അറ്റാക്ക് നടത്തുന്നുണ്ട്. ഈ കെമിക്കൽ അറ്റാക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് അവർ യൂസ് ചെയ്യുന്ന ക്ലോറോപിക്രിൻ അല്ലെങ്കിൽ നൈട്രോക്ലോറോഫോം എന്ന് പറയുന്ന കമ്പോണൻ്റാണ്. സോ കെമിക്കൽ വെപ്പൺ കൺവെൻഷൻ പ്രകാരം ഇത് ബാൻഡ് അല്ല, പക്ഷേ റെഗുലേറ്റഡ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കെമിക്കൽ വെപ്പൺ കൺവെൻഷൻ പ്രകാരം ഇത് റെഗുലേറ്റഡ് ആണ്, പക്ഷേ ബാൻഡ് അല്ല. ഇന്ത്യ ഒരു മെമ്പറാണ് കെമിക്കൽ വെപ്പൺ കൺവെൻഷൻ്റെ. ഇന്ത്യ അത് റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ സൈനും ചെയ്തിട്ടുണ്ട്, ഇന്ത്യ മെമ്പറുമാണ്, അത് റാറ്റിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് രാട്ടദിയാരി ദേരി എന്ന് പറയുന്നത്, പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് അറിഞ്ഞോളാം. ഇത്
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡിസ്കവർ ചെയ്ത ഹരപ്പൻ സൈറ്റാണ് രാജസ്ഥാനിലുള്ള, അതാണ് രാറ്റദിയാരി ദയരി. സോ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ജൂലൈയിലെ ടേംസും അതുപോലെ തന്നെ ന്യൂസും.